പാലക്കാട് നെന്മാറയിൽ ഇരട്ടക്കൊലപാതകം. അമ്മയെയും മകനെയും അയൽവാസിയായ കൊലക്കേസ് പ്രതി വെട്ടിക്കൊന്നു. നെന്മാറ പോത്തുണ്ടി സ്വദേശി മീനാക്ഷി, മകൻ സുധാകരൻ എന്നിവരാണ് കൊല്ലപ്പെട്ടത്. പ്രസാദ് ഉടുമ്പശ്ശേരിയുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. പ്രസാദ്, അമ്മയും മകനെയുമാണ് കൊലപ്പെടുത്തിയത്. നേരത്തെ ഇതുപോലെ തന്നെ ഒരു കേസിൽ ജയിലിലായിരുന്ന ആളാണ്. പരോളിൽ ഇറങ്ങിയാണ് ഇത്തരത്തിലൊരു കൊലപാതകം, ഇരട്ട കൊലപാതകം നടത്തിയത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്താണ് പോലീസ് പറയുന്ന വിവരങ്ങൾ? ആതിര, നേരത്തെ 2019 ഈ ആദ്യത്തെ കേസ് ഉണ്ടാകുന്നത്. അന്ന് സുധാകരന്റെ ഭാര്യയെ ആണ് പ്രതിയായ ചെന്താമര കൊലപ്പെടുത്തി ജയിലിൽ പോകുന്നത്. പിന്നീട് ഇപ്പോൾ ജാമ്യത്തിൽ ഇറങ്ങിയതിന് ശേഷമാണ് വീണ്ടും സുധാകരനെയും സുധാകരന്റെ അമ്മയെയും, അമ്മ മീനാക്ഷിയെയും ഇന്ന് രാവിലെ വീടിന് മുമ്പിൽ വെച്ച് വെട്ടിക്കൊലപ്പെടുത്തുന്നത്. അതിനുശേഷം നെല്ലിയാമ്പതിയിലെ ആ പരിസരം, പോത്തുണ്ടിയിലെയും നെല്ലിയാമ്പതി മേഖലകളിലേക്ക് ഇയാൾ ഓടിപ്പോയി എന്നുള്ളതാണ് നാട്ടുകാർ നൽകുന്ന മൊഴി. പോലീസ് ഇപ്പോൾ പ്രതിക്ക് വേണ്ടി തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ദാരുണമായ സംഭവമാണ് നടന്നിട്ടുള്ളത്. ഇതിൽ ഇന്ന് രാവിലെ ചെന്താമര 1 മാസമായി ജാമ്യത്തിൽ ഇറങ്ങിയതായിരുന്നു. ഈ കേസിൽ ഈ പക മനസ്സിൽ സൂക്ഷിച്ച് നടക്കുകയായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. പ്രസാദ്, അത് തന്നെയാണ്. കാരണം നേരത്തെ ഈ സുധാകരന്റെ ഭാര്യയെ കൊലപ്പെടുത്തുന്നു, പിന്നീട് ഇപ്പോൾ ഇത്തരത്തിൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി ഇയാൾ ഈ പറയുന്നത് പോലെ സുധാകരനെയും അയാളുടെ അമ്മയെയും കൊലപ്പെടുത്തുന്നു. വ്യക്തമായ ഒരു പക, ഒരു മോട്ടീവ് ഈ കൊലപാതകത്തിന് പിന്നിലുണ്ടല്ലോ. അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാണോ? എന്താണ് ഇയാളെ ഇത്തരത്തിൽ ഒരു കൃത്യം ചെയ്യിക്കാൻ പ്രേരിപ്പിച്ചത്? ഈ കൃത്യം ചെയ്യാൻ പ്രേരിപ്പിച്ചത് വൈരാഗ്യം തന്നെയാണ്. അതായത് നേരത്തെ 2019 ഈ കേസിൽ ഉണ്ടായിരുന്നത് ഈ സുധാകരന്റെ ഭാര്യ സജിതയെ കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത്. സജിത ഈ പ്രതിയായ ചെന്താമരയുടെ ഭാര്യയോട് സുധാകരനെ കുറിച്ച് തെറ്റായ കാര്യങ്ങൾ, അതായത് സുധാകരനിൽ സംശയം ജനിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളതാണ് പറയുന്നത്. അതായിരുന്നു ഈ സജിതയെ വെട്ടിക്കൊലപ്പെടുത്താനുണ്ടായ കാരണം. അന്ന് സുധാകരൻ പിടിയിലാകുന്ന സമയത്ത് തന്നെ അവിടുത്തെ പോലീസിനോടും മറ്റും പറഞ്ഞിരുന്നത് ഇതിൽ 2 പേരെ കൂടി തീർക്കാനുണ്ട് എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. അങ്ങനെയാണ് സുധാകരൻ ഇപ്പോൾ ജയിലിൽ നിന്ന് ഇറങ്ങി ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം ഈ 2 പേരെയും, സുധാകരനെയും സുധാകരന്റെ അമ്മയെയും കൊലപ്പെടുത്തുന്നതെന്നാണ് നാട്ടുകാർ പറഞ്ഞത്. പാലക്കാട്ടാണ് ഇത്തരത്തിൽ ഇരട്ട കൊലപാതകം. അതായത് നേരത്തെ ഇപ്പോൾ കൊല്ലപ്പെട്ട സുധാകരന്റെ ഭാര്യയെ കൊലപ്പെടുത്തി ജയിലിലായിരുന്ന ആളാണ് ഈ ചെന്താമര. അയാൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി വന്നതിന് ശേഷം ആ പക മനസ്സിൽ സൂക്ഷിച്ച് അമ്മയെയും മകനെയുമാണ് ഈ ഘട്ടത്തിൽ കൊലപ്പെടുത്തിയിരിക്കുന്നത്. അതിനുശേഷം ഇയാൾ ഒളിവിൽ പോയി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇയാൾക്കായുള്ള അന്വേഷണം പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുമാണ് കരുതുന്നത്. ഈ പറയുന്നത് പോലെ ജാമ്യത്തിലിറങ്ങിയ പ്രതിയാണ് ചെന്താമര. അയാളാണ് ഇരുവരെയും കൊലപ്പെടുത്തിയത്. ഈ കുടുംബവഴക്കാണ് ഇത്തരത്തിൽ ഒരു വൈരാഗ്യത്തിലേക്ക് നയിച്ചത്. അതേ തുടർന്നാണ് ഇയാൾ ഇത്തരത്തിലൊരു കൃത്യം നടത്തിയത് എന്നൊക്കെയുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാവുന്നത്. നാട്ടുകാരും അത്തരത്തിലൊക്കെയാണ് പറയുന്നത്. പ്രസാദ്, ഈ പറയുന്നത് പോലെ ഇയാൾക്കായുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇയാൾ എങ്ങോട്ടേക്ക് കടന്നു കളയാനുള്ള സാധ്യതയാണ് പോലീസ് തേടുന്നത്? ഇയാൾ ഈ കൃത്യം നടത്തിയതിനു ശേഷം പോത്തുണ്ടിയുടെ പരിസരങ്ങളിലേക്ക്, അതായത് നെല്ലിയാമ്പതിയുടെ താഴ്വാരം അവിടെ വനപ്രദേശമാണ്, അങ്ങോട്ട് കടന്നു എന്നതാണ് കരുതുന്നത്. നേരത്തെ സുധാകരന്റെ ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തിയ സമയത്തും ഇയാളെ പിടികൂടിയത് നെല്ലിയാമ്പതി മലമേഖലയിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തേക്ക്, വനമേഖലയാണ്, ആ പ്രദേശത്തേക്ക് പോകാനുള്ള സാധ്യതയാണ് കൂടുതലായി കാണുന്നത്. ശരി, നെന്മാറയിലാണ് ഇത്തരത്തിലൊരു ഇരട്ട കൊലപാതകം ഉണ്ടായിരിക്കുന്നത്. അമ്മയും മകനെയുമാണ് കൊലക്കേസ് പ്രതി വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുന്നത്. ശേഷം ഇയാൾ ഒളിവിൽ പോയി എന്നുള്ളതാണ്. ഇയാൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു പ്രസാദ് ഉടുമ്പശ്ശേരി.